വ്ളോഗ്. എൻ്റെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് എനിക്കൊരു ഇൻറ്റേൺഷിപ്പ് ഉണ്ടായിരുന്നു. 2 വീക്ക് ഇൻറ്റേൺഷിപ്പ്. അതും ട്രിവാൻഡ്രത്തായിരുന്നു. ഞങ്ങൾ ഗേൾസ് എല്ലാവരും ട്രിവാൻഡ്രമാണ് ചൂസ് ചെയ്തിരുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് പോകുന്ന ആ ഒരു മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വ്ളോഗിൽ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്ര ദൂരം ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. മലപ്പുറം ടു തിരുവനന്തപുരം ഏകദേശം ഒരു 8 മണിക്കൂറിൻ്റെ അടുത്തുള്ള യാത്ര ഉണ്ടായിരുന്നു. ഞങ്ങൾ ഷൊർണൂരിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് എല്ലാവരും ഒരുമിച്ച് ട്രെയിനിൽ പിന്നെ ഒരുമിച്ച് അങ്ങനെ ട്രിവാൻഡ്രം പോയി. അതിൽ തന്നെ കൊല്ലത്ത് കുട്ടികൾ ഇറങ്ങി, കോട്ടയം ആ ഭാഗത്തൊക്കെ കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് സ്റ്റോപ്പ് ഞങ്ങൾ തിരുവനന്തപുരത്ത് ഇറങ്ങി. അവിടെ ആയിരുന്നു സ്റ്റേയും കാര്യങ്ങളൊക്കെ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് സമയം ഉണ്ടായിരുന്നു വെയിറ്റിംഗ്. അതിനിടയിൽ ഞങ്ങൾ ഫുഡ് കഴിച്ചു, ബിരിയാണി. അവിടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് കഴിച്ചത്. കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾ ട്രെയിനിൽ കയറി. ഞങ്ങൾ ഫ്രണ്ടിൻ്റെ ഒരു ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ സർപ്രൈസ് ആയിട്ട് കേക്കൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ടൈം നമ്മൾ ട്രെയിനിൽ ചിലവഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് എന്താ പറയുക മടുപ്പും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. അപ്പം ഞങ്ങളെല്ലാവരും സ്നാക്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത്. പിന്നെ ട്രെയിൻ കയറുന്ന സമയത്ത് ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ ആളുകൾ ഇങ്ങനെ വന്നു തുടങ്ങി. ഞങ്ങളൊരു രാത്രി ആയിട്ടുണ്ട്. തിരുവനന്തപുരം എത്തിയപ്പോൾ നല്ല മഴയായിരുന്നു. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നിയൊരു കാര്യം സ്റ്റേ ആയിരുന്നു. ഞങ്ങൾക്ക് ഏതൊക്കെ കുട്ടികളെ ഇങ്ങോട്ടൊക്കെയാണ് കറക്റ്റ് ലിസ്റ്റ് വരാത്തതുകൊണ്ട് ആരും അതിനെക്കുറിച്ചൊന്നും വല്ലാണ്ട് ചിന്തിച്ചിട്ടില്ലായിരുന്നു. പിന്നെ നമ്മൾ പോണതിൻ്റെ കുറച്ച് ദിവസമായിട്ട് സ്റ്റേ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ നമുക്കൊരു വീട് കിട്ടി. നമ്മൾ അവിടെ സ്റ്റേ ആക്കാമെന്ന് വിചാരിച്ച് അവിടെ എത്തിയ ടൈമിലാണ് നമ്മളതത്ര ഓക്കെ അല്ലാന്ന് നമുക്ക് തോന്നി. അതുകൊണ്ട് ഒരു ദിവസം അവിടെ നിന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ഡേ വേറെ PG നോക്കിയിട്ട് എല്ലാവരും അവിടേക്ക് മാറാണ് ചെയ്തത്. വേറെ PG കിട്ടാൻ കുറച്ച് ടൈമാവും, അവർക്ക് ക്ലീൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ലുലുവിലൊന്ന് പോയി. പിന്നെ തിരിച്ച് വന്നപ്പോഴേക്കും നമുക്ക് റൂം മാറാനുള്ള ടൈമും കാര്യങ്ങളൊക്കെ ആയി. നമുക്ക് FBOസിലാണ് കേട്ടോ ഇൻറ്റേൺഷിപ്പ് ഉണ്ടായിരുന്നത്. കോർപ്പറേറ്റ് ഇൻറ്റേൺഷിപ്പ് അല്ല, FBO എന്ന് പറഞ്ഞത് വേറെ കാറ്റഗറിയാണ്. അപ്പോൾ അവിടെയാണ് ഞങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നത്. സ്ഥിരമായിട്ട് ഈ ഒരു മിൽക്കി മിസ്റ്റിൻ്റെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനീൻ്റെ ഒരു യോഗട്ട് അല്ലെങ്കിൽ ലസ്സി ഇതൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ എപ്പോഴും കഴിക്കാൻ തോന്നിയിരുന്നത്. കാരണം ഭയങ്കര ചൂടായിരുന്നു. പിന്നെ മെയിൻ പരിപാടി രാവിലെ നീക്കുക, അന്നത്തെ കോസ്റ്റ് ആലോചിക്കണേ. ഇന്നിപ്പോൾ നമ്മൾ ബസ്സിന് പോയ ഓട്ടോക്ക് പോയാൽ നമുക്ക് ലാഭമാകും. 18 ആവില്ലേ? നമ്മൾ ഓരോ ദിവസം ചിലവാണ് ഞങ്ങൾ അന്ന് തന്നെ എഴുതി വെക്കും. അതിൻ്റെ ഭാഗമായിട്ടാണിത്. ഞങ്ങൾ FBOയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളിയാനി എന്ന് പറയും, അവിടെ ഒരു മാർക്കറ്റുണ്ട്, അതിനടുത്തായിരുന്നു. നെക്സ്റ്റ് വീക്ക് ഞങ്ങളെല്ലാവരും കൂടി വർക്കലയിൽ പോയി. ലൈറ്റ് ഹൗസിൽ കയറാൻ പറ്റിയില്ല. ഞങ്ങളൊരു സൺസെറ്റ് ആ ഒരു ടൈമിലാണ് അവിടെ എത്തിയത്. അപ്പോൾ ഒരു 1.5 hour അവിടെ നിൽക്കേണ്ടി വരും, വെയിറ്റ് ചെയ്യണം. അതുകൊണ്ട് ഞങ്ങൾ നേരെ ബീച്ചിലോട്ടാണ് പോയത്. നല്ല ഭംഗിയുള്ള ബീച്ചായിരുന്നു കേട്ടോ. ബ്ലൂ കളർ വെള്ളമൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ ആ സൺസെറ്റിൻ്റെ ടൈമൊക്കെ ആകുമ്പോൾ ഗോൾഡൻ കളർ ഫീലൊക്കെ വരും. നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ അവിടെ ചെറിയ ഷോപ്പുകളുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഒന്ന് പോയി കണ്ടു. ബീച്ചിന് നേരെ ഓപ്പോസിറ്റുള്ള കുറേ കടകളിൽ നല്ല ഭംഗിയുള്ള പിൻട്രസ്റ്റ് എസ്തെറ്റിക് ആയിട്ടുള്ള കുറേ ബാഗ്, ഡ്രസ്സസ്, അങ്ങനത്തെ കുറേ ക്യൂട്ട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളിങ്ങനെ നടന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കയറി ചായയൊക്കെ കുടിച്ച് അതേപോലെ തന്നെ ഒരു രാത്രിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചെത്തി. ഈ വിഴിഞ്ഞം തുറമുഖം ഇവിടുന്ന് നോക്കിയാൽ കുറച്ച് ദൂരമേ ഉള്ളൂ. നമ്മൾ വരുന്ന വഴിയിൽ അതും കണ്ടിട്ടാണ് കേട്ടോ പോകുന്നത്. പിന്നെ നൈറ്റ് നമ്മൾ വീട്ടിലെത്തിയപ്പോൾ കഞ്ഞിയാണ് കേട്ടോ കുടിച്ചത്. ഞാൻ ഇങ്ങനെ കഞ്ഞി കുടിക്കാൻ അവിടെ നിന്നാണ് പഠിച്ചത്. ഇങ്ങനെ പഴങ്കഞ്ഞി ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് അവിടുത്തെ വീട്ടിലുള്ളവർ തരും. ലാസ്റ്റ് വീക്കൊക്കെ ആയപ്പോൾ ഞങ്ങൾക്ക് പ്രൊജക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. അതുപോലെ തന്നെ ഞങ്ങളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു FBOക്ക്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസും എടുക്കാൻ ഞങ്ങളവിടെ തോട്ടത്തിലേക്ക് പോയി. പിന്നെ ഈ ഒരു തണ്ണിമത്തൻ അവിടെ തോട്ടത്തിലുണ്ടായതാണ് കേട്ടോ. ഭയങ്കര മധുരമാണ്, ഭയങ്കര എന്താ പറയുക, വെള്ളം എന്ന് പറഞ്ഞൊരു തണ്ണിമത്തൻ. ഈ ഒരു മഞ്ഞ ടൈപ്പ് തണ്ണിമത്തൻ ഇവിടെ അധികം കിട്ടാറില്ല കടയിലൊന്നും. അപ്പോൾ അവിടെ തന്നെ തോട്ടത്തിൽ നിന്ന് കൊണ്ടുവന്ന് ഞങ്ങൾക്ക് മുറിച്ച് തരും. എന്നും ഞങ്ങൾക്ക് അവിടുത്തെ ഒരു ചേച്ചി ഞങ്ങൾക്ക് എന്നും ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് പറഞ്ഞ പോലെ ഓരോ ടൈമിലും ഞങ്ങൾക്ക് സ്കാൻ ചെയ്യുമ്പോൾ
നമ്മൾ ഈ വെബ്സൈറ്റിലോട്ട് പോകും, അവരുടെ വെബ്സൈറ്റ്. അപ്പോൾ ഇതിൽ അവരുടെ ഓരോ വെജിറ്റബിൾസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് അവിടുത്തെ ആൾക്കാരുടെ ആ ഒരു സ്വഭാവം. ഞാൻ ഈ മലപ്പുറത്ത് നിന്ന് ചെല്ലുമ്പോൾ നമുക്ക് എന്താ വിചാരിക്കും, നമ്മൾ ഇവിടെ കിട്ടുന്ന ആ ഒരു കെയർ എന്തായാലും അവിടെ കിട്ടൂല എന്ന് വിചാരിക്കും. പക്ഷേ മാഷാഅല്ലാഹ് കുഴപ്പമില്ല. ഞങ്ങൾ പോയടുത്ത് ഞങ്ങൾ ഭയങ്കര നല്ല രീതിക്കാണ് ട്രീറ്റ് ചെയ്തിരുന്നത്. അവിടുത്തെ ആൾക്കാരായാലും FBOത്തെ ആൾക്കാരായാലും തോട്ടത്തിലെ ആൾക്കാരാണെങ്കിൽ കൂടി ഞങ്ങൾ നല്ല രീതിക്കാണ് ട്രീറ്റ് ചെയ്തത്. FBOയിലെ ലാസ്റ്റ് ഡേ ചേർന്ന് നിന്നിട്ട് ഞങ്ങളെല്ലാവരും വെള്ളായണി കായൽ എന്ന് പറയും, അവിടെ എന്തൊക്കെയോ മൂവി ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടൊക്കെ കൊണ്ടുപോയി ഒരു ബാഗൊക്കെ നമുക്ക് ചുറ്റി കാണിച്ചു തന്നു. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങി തന്നിട്ടാണ് കേട്ടോ ഞങ്ങളെ വിട്ടേ. ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് വരുന്ന തലേ ദിവസം ഞങ്ങൾ ഇവരുടെ കൂടെ പൊന്മുടിയിൽ പോയി. ഇവരുടെ വീട്ടിലായിരുന്നു കേട്ടോ ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നേ. നല്ല ആൾക്കാരായിരുന്നു മാഷാഅല്ലാഹ്. ഇതെൻ്റെ ഫസ്റ്റ് വ്ലോഗാണ്. ഇൻഷാ അല്ലാഹ് ഇനിയും വ്ലോഗ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.